ഷിരൂരിലേക്ക് പോകാം. ഷിരൂരിൽ രക്ഷാദൗത്യത്തിനിടെ സ്കൂബ ഡൈവർ 3 തവണ മുങ്ങി പരിശോധന നടത്തി. മുങ്ങൽ ശ്രമത്തിനിടെ കയറ് പൊട്ടി. ഈശ്വർ മാൽപയെ ബന്ധിപ്പിച്ച കയറാണ് പൊട്ടിയത്. 100 മീറ്ററോളം മാൽപെ ഒഴുക്കിൽപ്പെട്ടു. വിവരങ്ങളുമായി നിഖിൽ ആണ് അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നത്. നിഖിൽ, ഏറെ ശ്രമകരമായ രക്ഷാദൗത്യമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതീവ ശ്രമകരം എന്ന് പറയാം, അതീവ അപകടകരമായ രക്ഷാദൗത്യമാണ്. പരിശോധനയ്ക്കിടെ മുങ്ങൽ വിദഗ്ധരുടെ കയർ പൊട്ടിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വിവരം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതീവ തീവ്രമായ ഒരു പ്രവർത്തനം തന്നെ ഇവിടെ നടക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സ്കൂബ ഡൈവർ 3 തവണ മുങ്ങി പരിശോധന നടത്തി എങ്കിൽ പോലും ഈ ശരീരത്തിൽ കെട്ടിയ വടം അതിനിടയിൽ പൊട്ടിപ്പോവുകയായിരുന്നു. ഏകദേശം 100 മീറ്ററോളം ഈശ്വർ മാൽപ ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇദ്ദേഹത്തെ കരക്ക് കയറ്റുകയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ തന്നെ പറയുന്നത് പോലെ ഈ പുഴയുടെ ഒഴുക്ക് അത്രത്തോളം കൂടുതൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ദൗത്യത്തിൻ്റെ അടുത്ത ഒരു തവണ കൂടി ഈ പുഴയിലേക്ക് മുങ്ങാൻ ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൗത്യത്തിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോകാതെ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ തുടരുന്നുണ്ട്. അല്പസമയം കുറച്ച് നേരത്തെയാണ് ഇവർ ഈ മൺതിട്ടയിലേക്ക് എത്തുകയും ഈ ഇറങ്ങാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തത്. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് ഇവർ പുഴയിലേക്ക് ഇറങ്ങാൻ ശ്രമം തുടങ്ങിയത്. പക്ഷേ പലപ്പോഴും ഇവർ നടത്തുന്ന ശ്രമത്തിലെല്ലാം തന്നെ തിരിച്ചടിയാവുകയായിരുന്നു ഈ പുഴയുടെ ഒഴുക്ക്. അതും മറികടന്നുകൊണ്ട് പുഴയിലേക്ക് മുങ്ങി പരിശോധന നടത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെ ശ്രമം നടത്തുന്നതിനിടയിലാണ് ഈ കയർ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീണ്ടും തിരിച്ച് ഈ കരയിലേക്ക് എത്തിച്ചതിന് ശേഷം വീണ്ടും ഇവിടെ മുങ്ങാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നേവിയുടെ ഉൾപ്പെടെയുള്ള സംഘം അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ സുരക്ഷയും ഒരുക്കിക്കൊണ്ട് തന്നെ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ഏതായാലും ഇപ്പോഴും ഈ ഒരു ശ്രമം, ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള ദൗത്യം മാത്രമാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ എത്തിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ മറികടന്ന് ഇന്ന് രാത്രിയോടുകൂടി എത്തിക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ നടക്കുന്ന ഈ സ്കൂബ ഡൈവർമാരുടെ ഈ ദൗത്യം, അതിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത്. പക്ഷേ അപ്പോഴും ഇവർക്ക് ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഈ പറയുന്ന ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാവുന്നില്ല നിലവിൽ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ദൗത്യത്തിന് ഭാഗമായി എത്തിയ ഈശ്വർ മാൽപെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പുഴയുടെ അടിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒഴുക്ക് കൂടാനുള്ള സാധ്യതയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ഇവർ ഈ ഒഴുക്കിനെ എങ്ങനെയെങ്കിലുമൊക്കെ അതിജീവിച്ച് പുഴയുടെ ആഴങ്ങളിലേക്ക് പോയാൽ പോലും ഇവർക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ ദൗത്യം എത്രത്തോളം വിജയകരമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇപ്പോഴും ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഈ ദൗത്യസംഘം തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നിഖിൽ, എത്രമാത്രം ശ്രമകരമാണ് അവരുടെ ആ ഒരു രക്ഷാദൗത്യം, ആ ഒരു തെരച്ചിൽ എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങി, എന്നാൽ കയർ പൊട്ടി, വീണ്ടും കരയിലേക്ക് എത്തി, വീണ്ടും ഡൈവർമാർ പുഴയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഗംഗാവലി പുഴ തീർത്തും അടിയൊഴുക്ക് ഭയങ്കര ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രതിസന്ധിയും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇനി വീണ്ടും അവരവിടേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുകയാണോ? ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും അതുതന്നെയാണ്. ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല അവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർ വീണ്ടും ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ പരമാവധി ശ്രമിച്ച് ഈ ദൗത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി, ഈ ഒഴുക്ക് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എത്രത്തോളം മറികടക്കാനാകുമെന്നതൊരു സംശയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ 7 നോട്ടിക്കൽ മൈലോളം ഉള്ള ഒഴുക്ക് എന്ന് പറയുമ്പോൾ അത് അതിതീവ്രം തന്നെയാണ്. അതിനെ മറികടക്കുക അത്രത്തോളം പ്രയാസമാണ്. നേവി നേരത്തെ തന്നെ പറഞ്ഞതാണ്, 3 നോട്ടിക്കൽ മൈലാണ് സ്പീഡെങ്കിൽ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത എങ്കിൽ പോലും അതിലിറങ്ങുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിന് തയ്യാറാണ്. തങ്ങൾക്ക് അതിനുള്ള വൈദഗ്ധ്യമുണ്ട്, തങ്ങൾക്ക് അത്തരത്തിൽ അനുഭവ സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത്. അവർ ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനിടയിൽ ഈ വടം പൊട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിലും അവർ പിന്നോട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. 3
സ്കൂബ ഡൈവർമാരാണ് ഇത്തരത്തിൽ മുങ്ങി പരിശോധനയ്ക്കായി ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ വീണ്ടും ഇറങ്ങി തന്നെ ഈ തെരച്ചിലിലേക്ക് പോകാൻ തന്നെയാണ് നീക്കം നടത്തുന്നത്. സ്വാഭാവികമായും നമുക്കറിയുന്നത് പോലെ ഇത്രയും തീവ്രമായി ഇത്രയും പരിശ്രമിക്കേണ്ട ഒരു ദൗത്യം നടത്തുമ്പോൾ അതിൻ്റേതായി അവർ കൃത്യമായ വിശ്രമമൊക്കെ എടുത്തതിന് ശേഷം മാത്രം ഇറങ്ങുക എന്നുള്ളതാണ്. ഈ 3 തവണ ഇത്തരത്തിൽ പുഴയുടെ ആഴങ്ങളിലേക്ക് പോവുകയും അതിന് പിന്നാലെ ഈ കയർ പൊട്ടുന്നത് ഉൾപ്പെടെയുള്ള അപകടകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് കരയ്ക്ക് കയറുന്നു. അപ്പോൾ എങ്കിൽ പോലും അവർ ആ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും അതിനുള്ള ഒരുക്കങ്ങൾ അവർ നടത്തുകയാണ്. ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഈ പ്രതിസന്ധി ഇനിയിപ്പോൾ ഈ ഇറങ്ങാൻ ഇവരുടെ വൈദഗ്ധ്യവും ഒപ്പം തന്നെ ഈ നേവിയുടെ ഉൾപ്പെടെയുള്ള സഹായവും പിന്തുണയും ഒക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് പുഴയുടെ ആഴങ്ങളിലേക്ക് പോകാൻ സാധിച്ചാൽ പോലും അവിടെ അതിൻ്റെ അടുത്ത ഘട്ടം ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലോറി കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ അവർക്ക് കാഴ്ച എത്രത്തോളം അവിടെ ഈ പുഴയ്ക്കകത്ത് കാഴ്ച എത്രത്തോളം സാധ്യമാണ് എന്നത് ഇപ്പോഴും ഒരു സംശയമാണ്. അപ്പോൾ ഈ ദൗത്യം ഏത് തരത്തിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഈ പുഴയിൽ മുങ്ങുക എന്നത് മാത്രമല്ല, ഇവിടെ ഈ കാര്യങ്ങൾ കണ്ടെത്തുക എന്നതുകൂടിയുണ്ട്. ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. പുഴയുടെ നിലവിലുള്ള ജലനിരപ്പിൽ നിന്ന് 5 മീറ്ററോളം താഴെയാണ് ഈ ലോറിയുടെ മുകൾ ഭാഗം, കേബിൻ്റെ മുകൾ ഭാഗം എന്നാണ് നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനും താഴോട്ട് വീണ്ടും 5 മീറ്ററോളം പോകേണ്ടതുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 10 മീറ്റർ താഴ്ചയിലേക്ക് ഇവർക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഗംഗാവാലി പുഴയിൽ അങ്ങനെ 10 മീറ്ററോളം താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കുമോ? ഇനി അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും കാണാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ? മാത്രമല്ല, ഈ ശിരൂരിലെ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി പുഴയിൽ ധാരാളം മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് ഇവർക്ക് താഴോട്ട് പോകുന്നതിന് തടസ്സമാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിക്കുന്നത്. നിഖിൽ, വ്യക്തമാണ്, സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് നാവികസേന ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. ഈശ്വർ മാൽപ്പയെ ബന്ധിപ്പിച്ച കയറാണ് പുഴയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഡൈവിങ്ങിനിടയിൽ പൊട്ടിയത്. 100 മീറ്ററോളം മാൽപ്പ ഒഴുക്കിൽപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ തിരികെ എത്തിച്ചു. വീണ്ടും ഇറങ്ങാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് നാവികസേന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളാണ് നിഖിൽ നൽകിയത്.